OET ലിസണിങ്ങിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഏരിയയാണ് പാർട്ട് സി. പാർട്ട് സിയിലെ തന്നെ പ്രസൻറ്റേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് പഠിക്കാം. അതിനു മുന്നേ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? അതിന് പ്രധാനമായിട്ടും 4 റീസൺസ് ആണുള്ളത്. ആദ്യത്തെ കാരണം നമുക്കറിയാം 1.5 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമേ ഉള്ളൂ നമുക്കുള്ളൂ. ഈ 1.5 മിനിറ്റിൽ നമുക്ക് ചോദ്യങ്ങളും ഓപ്ഷൻസും എല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 2 കാര്യം സംഭവിക്കും. ഒന്ന്, നമുക്ക് വായിച്ച് തീർക്കാൻ സാധിക്കത്തില്ല. കാരണം അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ടൊക്കെ എത്തുമ്പോൾ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ടൊക്കെ എത്തുമ്പോൾ ആദ്യം വായിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ തുടങ്ങും. ഇതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. രണ്ടാമത്തെ റീസൺ, പ്രസൻറ്റേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഓഡിയോ ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ വരും. ഈ ഒരു പ്രശ്നം ഇൻ്റർവ്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ അധികം വരാറില്ല. കാരണം അവിടെ 2 പേര് സംസാരിക്കുന്നുണ്ടല്ലോ. പ്രസൻറ്റേഷനിലോട്ട് വരാൻ നേരത്ത് മോണോലോഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഒരു ചോദ്യത്തിൽ നിന്ന് ഓഡിയോ മാറി അടുത്ത ചോദ്യത്തിലോട്ട് എത്തുന്നത് എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. നിങ്ങളിൽ പലർക്കും തന്നെ ഈ ഒരു പ്രശ്നം വരാറുണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ആൻസർ ആയിട്ട് തോന്നും. കാരണം അതിൻ്റെ എല്ലാം തന്നെ കീവേഡ്സ് നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഫോർത്ത് റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പാർട്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു ടൈം ഇല്ലല്ലോ. ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോകുമ്പോൾ ആൻസർ ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഈ 2 പ്രവൃത്തി ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പലപ്പോഴും നമ്മുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആയിട്ട് നമുക്ക് ഈ 2 കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഈ 4 റീസൺസ് ആണുള്ളത്. ഇനി ഇത് ടാക്കിൾ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ടൈമിൽ ചോദ്യം മാത്രം വായിച്ചു പോവുക, ഓപ്ഷൻസ് വായിക്കാൻ നിൽക്കേണ്ട. ഇങ്ങനെ പറയാൻ കാരണം മെയിനായിട്ട് നമുക്ക് 2 കൂടെ വായിച്ച് ഓർത്തിരിക്കാനുള്ള അങ്ങനെ ഒരു ബക്കറ്റ് മെമ്മറി നമുക്ക് പലപ്പോഴും കിട്ടാറില്ല ഈ 1.5 മിനിറ്റ് സമയത്തുണ്ടല്ലേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രം വായിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാവും. കാരണം പാർട്സിലോട്ടൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻസ് അല്ല. കാരണം നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരമാണല്ലോ ഓഡിയോയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി, നമ്മൾ ചോദ്യം മാത്രം വായിച്ചു പോകുമ്പോൾ ചോദ്യത്തിൽ തന്നെ 2 പാർട്ട് കാണും. ഒരു സബ്ജക്റ്റും കാണും, ക്വസ്റ്റ്യൻ പ്രോംപ്റ്റും കാണും. ഈ 2 കാര്യങ്ങളും നമ്മൾ തരംതിരിച്ച് വായിച്ച് മനസ്സിലാക്കുക. കാരണം ക്വസ്റ്റ്യൻ ഒരു ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ സബ്ജക്റ്റ് ഉറപ്പായിട്ട് അവർ പറഞ്ഞിരിക്കും. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എപ്പോഴാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി സബ്ജക്റ്റ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ. ഇനി മൂന്നാമതായി എന്താണ്, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാക്കുന്ന കൺഫ്യൂഷനാണ് അല്ലേ. അതിന് പ്രധാന കാരണം ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസിൻ്റെ കീവേഡ് നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഈ കീവേഡ് അണ്ടർലൈൻ ചെയ്തിട്ട് അത് കേൾക്കുന്ന ആ ഒരു പ്രാക്ടീസ് നമ്മൾ നിർത്തണം. കാരണം ഈ OET തന്നെ കീവേഡ്സിനെ ഡിസ്ട്രാക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കീവേഡ്സ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഉത്തരം തെറ്റിക്കത്തേ ഉള്ളൂ. കാരണം അവർ കീവേഡ്സ് ഉപയോഗിച്ച് പറയുന്ന ആ ഓപ്ഷൻ്റെ മീനിങ് ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം ഓഡിയോയിൽ നിന്ന് തന്നെ കണ്ടെത്തുക. ആ കണ്ടെത്തിയ ഉത്തരത്തിൻ്റെ മീനിങ് മാച്ചാകുന്ന ഓപ്ഷൻസ് വേണം നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇനി 4ാമത്തെ വിഷയം ഉണ്ടല്ലോ, വായിക്കുകയും കേൾക്കുകയും. ഇത് 2 ഒരുമിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാനുള്ളത്, ഇത് 2 ഒരുമിച്ച് ചെയ്യരുത്. കാരണം 2 ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആയി പോവുകയും നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കത്തുമില്ല, പ്രോപ്പറായിട്ട് കേൾക്കത്തുമില്ല. മറിച്ച് നമ്മളൊരു പ്രാക്ടീസിലൂടെ ഒരു കാര്യം ഡെവലപ്പ് ചെയ്യണം. ലിസൺ റീഡ് ഈ ഒരു പ്രക്രിയയല്ലേ. കേൾക്കുക, വായിക്കുക. കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് കേൾക്കുന്നതിലായിരിക്കണം. ഓഡിയോ കേട്ട് ഉത്തരം മനസ്സിലാക്കുന്ന കാര്യത്തിൽ. ഇടയ്ക്ക് സംസാരത്തിൽ നാച്ചുറൽ പോസസ് വരാറില്ലേ, ആ ഒരു ടൈമിൽ നമ്മൾ ക്വിക്കായിട്ട് ഓപ്ഷൻസ് വായിച്ച് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുക. അത് പറയാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഐ ഹോപ്പ് ദ സ്ട്രാറ്റജി ഈസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റിൻ്റെ സഹായത്തോടെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും, ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും കാണാൻ സാധിക്കും. സമയത്തിൻ്റെ ലിമിറ്റേഷൻ മൂലം ഞാൻ ഇപ്പോൾ വെറും 3 ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ. നമ്മൾ പഠിച്ച പോലെ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ മനസ്സിലാക്കി പോകാം. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻ മിസ്റ്റർ മാഡിസൺസ് എക്സ്പീരിയൻസ് പേഷ്യൻ്റ് ഹൂ ബിക്കം അഡിക്റ്റഡ് ടു പെയിൻ കില്ലേഴ്സ്. അതിൻ്റെ മീനിങ് എന്താണ്? മാഡിസൻ്റെ എക്സ്പീരിയൻസിൽ പെയിൻ കില്ലേഴ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയാണ്? പ്രധാനമായിട്ടും അവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഈ പെയിൻ കില്ലേഴ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കുറിച്ച് ഡോക്ടർ മാഡിസൺ എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ ഓഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം ഓപ്ഷൻ വായിക്കേണ്ട. നമുക്ക് 2ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡോക്ടർ മാഡിസൺ തിങ്സ് സം GPs ഓവർ പ്രിസ്ക്രൈബ് ഒപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ് ബിക്കോസ് ദീസ്. ഇവിടെ നമ്മൾ ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ചില ജനറൽ പ്രാക്ടീഷണേഴ്സ് പെയിൻ കില്ലേഴ്സ് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണമാണ്, അതായത് എന്തുകൊണ്ടാണ് ചില ജനറൽ പ്രാക്ടീഷണേഴ്സ് പെയിൻ കില്ലേഴ്സ് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
ഡോക്ടർ മാഡിസൺ റിഗ്രറ്റ്സ് ദാറ്റ് മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ. അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഡോക്ടർ മാഡിസൺ റിഗ്രറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചു പോകുമ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാവുകയാണ്. ഇനി ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റിൻ്റെ സബ്ജക്റ്റും ക്വസ്റ്റ്യൻ പ്രോബ്ലം കൂടെ മനസ്സിലാക്കണം. അത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഭാഗത്തെ ചോദ്യം തന്നെ എടുക്കാം. ഫസ്റ്റ് എപ്പോഴും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടുത്തെ ടോപ്പിക് എന്താണ്? ഓവർ യൂസ് ഓഫ് പെയിൻ കില്ലേഴ്സ് ആണ് അല്ലേ. അത് പറയാൻ നേരത്ത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണ്. അതാണ് സബ്ജക്റ്റ്. അതായത് പെയിൻ കില്ലേഴ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇനി വരാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായിരിക്കും. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായിരിക്കും ഇനി പറയാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ എന്താണ്, അവരെ പറ്റി ഈ ഡോക്ടർ എന്താണ് പറയുന്നതെന്നാണ്. സോ പെയിൻ കില്ലേഴ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ന് കേൾക്കുമ്പോൾ ആ ചോദ്യം സ്റ്റാർട്ട് ചെയ്തു. ഇനി അതിൻ്റെ ഉത്തരം പറയാൻ പോവാണ്. ആ ഉത്തരം നമ്മൾ കേൾക്കുക. കേട്ടിട്ട് അതുമായിട്ട് മാച്ച് ആവുന്ന മീനിങ്ങുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റൻ എന്താണ്? ഡോക്ടർ മാഡിസൺ തിങ്സ് സം GPs ഓവർ പ്രിസ്ക്രൈബ് ഒപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ് ബിക്കോസ് ദീസ് അല്ലേ. ഇവിടുത്തെ സബ്ജക്റ്റ് ആക്ച്വലി എന്താണ്? GPs ഓവർ പ്രിസ്ക്രൈബ് ഒപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ്. അതായത് ജനറൽ പ്രാക്ടീഷണേഴ്സ് ഒപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആ ഒരു കാര്യത്തെ പറ്റിയായിരിക്കും ഈ ഭാഗത്ത് പറയാൻ പോകുന്നത്. GPs പെയിൻ കില്ലേഴ്സ് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം. അതിനെപ്പറ്റി ഒരു 3-4 കാര്യം പറയുമായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതും ഈ ഓഡിയോയുടെ ഈ ഒരു ഭാഗത്ത് സ്പെസിഫിക്കലി പറയുന്നുണ്ടായിരിക്കും. നമ്മളത് കേട്ടിട്ട് സെയിം മീനിങ് വരുന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് GPs ഓവർ പ്രിസ്ക്രൈബ് ഒപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ്, ഇതാണ് സബ്ജക്റ്റ്. സോ നമ്മൾ ഈ ഒരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പറയുന്നത് നമ്മൾ കേൾക്കും ഓഡിയോയിൽ. പെയിൻ കില്ലേഴ്സ് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന GPs ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു ഫ്രേസ് നമ്മൾ കേൾക്കും. അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പ്രോംപ്റ്റിലോട്ട് തിരിയുന്നത്. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രോംപ്റ്റ്? എന്തുകൊണ്ടാണ് GPs അങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിനെ സംബന്ധിച്ച് ഡോക്ടർ മാഡിസൺ റിഗ്രറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ. അപ്പോൾ നമ്മൾ ഓഡിയോയിൽ മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ അല്ലെങ്കിൽ അക്യൂട്ട് പെയിൻ്റെ മാനേജ്മെൻറ്റ് സംബന്ധിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? അത് സംബന്ധിച്ച് ഡോക്ടർ മാഡിസൺ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം, അതായത് പുള്ളി റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തീർച്ചയായും ആ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓഡിയോയിൽ തന്നെ കേൾക്കുന്നതായിരിക്കും. ആ ഉത്തരം അതേ മീനിങ് വരുന്ന ഓപ്ഷനുമായിട്ട് ചൂസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം. ഓഡിയോ പ്ലേ ഇപ്പം നമ്മളിപ്പോൾ ഓപ്ഷൻസ് ഒന്നും നോക്കിയിട്ടില്ല അല്ലേ. ഓപ്ഷൻസ് നിങ്ങളും കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട. ഇനി ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലിസൺ റീഡ് ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോ ഓപ്ഷൻസും വായിക്കുക അല്ലേ. ഓപ്ഷൻസ് ഒരുപാട് ലെങ്തി അല്ല. തന്നെയുമല്ല, ഓപ്ഷൻസ് വായിക്കുമ്പോൾ അതിൻ്റെ കീവേഡ് ആയിരിക്കരുത് നിങ്ങൾ നോക്കുന്നത്. ആ ഓപ്ഷൻ മീൻ ചെയ്യുന്നത് എന്താണെന്നായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായിരിക്കണം. അപ്പോൾ പുള്ളി പറയുന്നത് കേട്ട് പോവുക. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പെട്ടെന്ന് ഓപ്ഷൻസ് വായിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഈ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. I'm Dr. Frank Madison, and I'm a neurologist with a special interest in the overuse of painkillers, particularly of opioids, something experts are now calling the silent epidemic. Now, we've all seen the stereotypical images of addicts hooked on recreational drugs, but addiction to painkillers like opioids has a much less familiar public face. From what I've seen, one reason for this is that the range of people affected makes them less easy to pigeonhole. I mean, there's no typical age, social class, and so on. And of course, most people seeking help for opioid overuse were initially prescribed the medication by their own doctors for pain relief. This highlights a major part of the problem. Physicians often pay little attention to the possible risk of addiction. They need to look carefully at patients' personal histories and assess the risk, considering things like depression and anxiety disorders, before prescribing opioids. In recent years, there's been a dramatic increase in opioid prescriptions. I see a pattern not just of GPs overprescribing, but of GPs inappropriately prescribing. Sure, people want their pain relieved immediately, that's understandable,
But proper pain management requires lengthy face-to-face input, which time pressures don't allow, so easier alternatives have become the default option. What's more, although opioids can provide effective relief in the short term, they shouldn't be the automatic first-line therapy. Many alternatives do exist, and they're no more costly. People generally think of pain as a direct symptom of a problem in the affected area. But pain is an extremely complex subject, and it's one that used to be underrepresented in medical education. Thankfully, that's no longer the case, and doctors now realize that when a patient complains of acute back pain, that pain may not be due to a clear and treatable disease, but that such pain often presents in people with other medical problems, and these need investigation. I hope all of you got the answers. ഇനി നമുക്ക് one by one ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നും കൂടെ കേട്ട് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കേൾക്കുക. ഞാനിപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസും ക്വസ്റ്റ്യനും അതുകൂടെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റും അവർ ആ പറഞ്ഞ കാര്യങ്ങളല്ലേ അതും സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഓരോന്നും അനലൈസ് ചെയ്തു പോകാം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻസർ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ശരിയായിട്ട് തോന്നാനുള്ള റീസൺ, ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എടുക്കാം. നമ്മൾ കണ്ടുപിടിക്കുക എന്താണ്, പെയിൻ കില്ലേഴ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ളവരെ കുറിച്ച് ഡോക്ടർ മാഡിസൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം. നമുക്ക് വൺ ബൈ വൺ അനലൈസ് ചെയ്യാം. ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ ആദ്യം പറയുന്നത് എന്താണ്, ഒരു സൈലൻറ്റ് എപ്പിഡമിക് ആയിട്ടാണ് ഡോക്ടർ മാഡിസൺ ഓവർ യൂസ് ഓഫ് പെയിൻ കില്ലേഴ്സിനെ കാണുന്നത്. ഇത്തരം കാര്യങ്ങളോട് ആദ്യം പറയുന്നുള്ളൂ. ഒരു സൈലൻറ്റ് നിശബ്ദമായിട്ടുള്ള ഒരു എപ്പിഡമിക് ആയിട്ടാണ് ഇവിടെ എന്താണ് പെയിൻ കില്ലേഴ്സിൻ്റെ ഓവർ യൂസിനെ ഇദ്ദേഹം കാണുന്നത്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. റെക്രിയേഷണൽ ഡ്രഗ്സിനോട് ഹുക്ഡ് ഓൺ ആയി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, അഡിക്റ്റഡ് ആവുക എന്നുള്ള അർത്ഥമാണ്. സോ അങ്ങനെ ഡ്രഗ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജാണ് നമ്മൾ വരാറുള്ളത്. സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളുടെ രൂപം എങ്ങനെയാണ് വരുന്നത്, വൃത്തിയില്ലാത്ത, ഹൈജീൻ ഇല്ലാത്ത, നല്ല വേഷം ധരിക്കാത്ത അങ്ങനെ ഒരാളുടെ രൂപമാണ് വരുന്നത് അല്ലേ. അതിനെയാണ് സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നത് എന്താണ്, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു രൂപമാണ് വരാറുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞത് എന്താണ്, പെയിൻ കില്ലേഴ്സിനോടുള്ള അഡിക്ഷൻ പലപ്പോഴും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലെസ് ഫെമിലിയർ പബ്ലിക് ഫേസ് ആണുള്ളത്. അതായത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പബ്ലിക് ഫേസ് അല്ല അവർക്കുള്ളത്. അതായത് ഈ സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജ് അല്ല അവർക്കുള്ളത്, ലെസ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പബ്ലിക് ഫേസ് ആണ് ഉള്ളത്. പിന്നെ പറയുന്നത് എന്താണ്, ഫ്രം വാട്ട് ഐ ഹവ് സീൻ, ഞാൻ കണ്ടത് വെച്ച് എന്താണ്, ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്, ഈ പറയുന്ന പോലെ റേഞ്ച് ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ആകാറുണ്ട്. അതായത് പല തരത്തിലുള്ള ആൾക്കാർ ഈ അഡിക്റ്റഡ് ആകാറുണ്ട്, അല്ലെങ്കിൽ ഈ അഡിക്ഷൻ്റെ ഇരകളാകാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, പ്രത്യേകിച്ച് ഒരു ഏജോ സോഷ്യൽ ക്ലാസ്സോ അങ്ങനെയൊന്നും ഇല്ല. അതായത് പ്രത്യേകിച്ച് ഒരു ഏജിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്ലാസ്സിലോ ഉള്ള വ്യക്തികളല്ല അഡിക്റ്റഡ് ആകാറുള്ളത്. ഒരു റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് പീപ്പിളാണ് ഇതിനോട് അഡിക്റ്റഡ് ആകാറുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആൻസർ മനസ്സിലാവും എന്താണ് പെയിൻ കില്ലേഴ്സിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് ഡോക്ടർ പറയുന്നത്. അവർക്ക് ലെസ് ഫെമിലിയർ പബ്ലിക് ഫേസ് ആണ് ഉള്ളത്. തന്നെയല്ല ഒരു റേഞ്ച് ഓഫ് വ്യക്തികൾ ഇതിനോട് അഡിക്റ്റഡ് ആകാറുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഏജോ ജെൻഡറോ സോഷ്യൽ ക്ലാസ്സോ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി മുന്നോട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. നെക്സ്റ്റ് സെൻറ്റൻസ് എന്താണ് പറയുന്നത്, ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പലപ്പോഴും പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അവരുടെ ഡോക്ടേഴ്സ് തന്നെയാണെന്നാണ് പറയുന്നത്. ഇതാണ് രണ്ടാമത് ഇത്തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്. പിന്നെ പറയുന്നത് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചല്ല, മറ്റു ചില കാര്യങ്ങളെ കുറിച്ചാണ്. എന്താണ്, ഡോക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. എന്താണ്, ഡോക്ടേഴ്സ് ഈ റിസ്ക് ഓഫ് അഡിക്ഷൻ, ഒരു വ്യക്തിക്ക് അഡിക്ഷനുള്ള റിസ്ക് അധികം പരിഗണനയിൽ എടുക്കാറില്ല പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്. അവർ ലിറ്റിൽ അറ്റൻഷനെ കൊടുക്കാറുള്ളൂ എന്നാണ് പറയുന്നത്. ഫൈനലി പറയുന്നത് എന്താണ്, നമ്മൾ ഒരു പേഷ്യൻറ്റിന് ഈ പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് കണക്കിലെടുക്കണം. ഫോർ എക്സാമ്പിൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ, അവർക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടോ, അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി, ഇതൊക്കെ കണക്കിലെടുത്തിട്ടേ ഉള്ളൂ നമ്മൾ പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാവുള്ളൂ എന്നാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യം പറയുമ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് രണ്ട് കാര്യമാണ്. എന്താണ്, ആദ്യം തന്നെ പെയിൻ കില്ലേഴ്സിനോടുള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഇമേജിനെ പറ്റിയാണ് പറയുന്നത്. അവർക്കൊരു സ്റ്റീരിയോട്ടിപ്പിക്കൽ ഇമേജ് അല്ല ഉള്ളത്, ലെസ് ഫെമിലിയർ ആയിട്ടുള്ള പബ്ലിക് ഫേസ് ആണ്. അതുകൊണ്ട് നമുക്ക് തന്നെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. പീജിൻ ഹോൾ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറില്ല എന്നാണ് പറയുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ പറയുന്നത് എന്താണ്, അവർ റേഞ്ച് ഓഫ് വ്യക്തികൾ അഡിക്റ്റഡ് ആവുന്നുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഏജോ ജെൻഡറോ സോഷ്യൽ ക്ലാസ്സോ അങ്ങനെയൊന്നുമില്ല എന്നാണ്.
പിന്നെ രണ്ടാമത് ഇവരെക്കുറിച്ച് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാവും, ഇവർക്ക് പെയിൻ കില്ലേഴ്സ് പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇവരുടെ ഡോക്ടേഴ്സ് തന്നെയാണെന്നാണ്. താഴത്തോട്ട് പറയുന്നത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഉത്തരം. ഇത് വെച്ച് മാച്ച് ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻസിലോട്ട് നോക്കാം. ഓപ്ഷൻ എ എന്താണ്, ആർ മോർ ലൈക്ലി ടു മൂവ് ഓൺ ടു ഹാർഡ് ഡ്രഗ്സ്. ഇവർ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ഡ്രഗ്സിലോട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ പറയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഉത്തരത്തിൽ ഓപ്ഷൻ എ ഇല്ല. ബി നോക്കിയേ, കം ഫ്രം എ വൈഡ് വെറൈറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ശരിയാണ്. കാരണം റേഞ്ച് ഓഫ് പീപ്പിളിനെ ഇത് അഫക്റ്റഡ് ആകുമെന്ന് പറയുന്നുണ്ട്, തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഏജോ ജെൻഡറോ ക്ലാസ്സോ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി നമുക്ക് ആൻസർ ആയിട്ട് വരാം. സി എന്ന് നോക്കിയേ, യൂഷ്വലി ഹാവ് എക്സിസ്റ്റിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, ചിലവർക്കെങ്കിലും ഓപ്ഷൻ സി ഉത്തരമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തെറ്റായിട്ടുള്ള ഓപ്ഷൻ പലപ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് ഉത്തരമായിട്ട് തോന്നാറുള്ളത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഉത്തരമായിട്ട് തോന്നാറുള്ളത്? ഇത് ഈ ഓപ്ഷനിലെ കീവേഡ്സ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഈ ഓപ്ഷൻ സി വായിച്ചപ്പോൾ ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്നുള്ള കാര്യത്തെ ഫോക്കസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ കേട്ടപ്പോൾ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ലാസ്റ്റ് സെൻറ്റൻസ് പറയുന്നത് എന്താണ്? അവിടെ ലാസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, പേഴ്സണൽ ഹിസ്റ്ററീസ് എന്നൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത് വാക്കുകൾ കേട്ടുകൊണ്ട് ഓപ്ഷൻ സി നമുക്ക് പലപ്പോഴും ആൻസർ എടുക്കാനുള്ള ടെൻഡൻസി വരാനുണ്ട്. പക്ഷേ അവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത്? പെയിൻ കില്ലേഴ്സിനോടുള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ പറ്റിയാണോ പറയുന്നത്? അല്ല. അവിടെ പറയുന്നത് ഡോക്ടേഴ്സ് പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ഓരോ ആൾക്കാരുടെ ഹിസ്റ്ററി കണക്കിലെടുക്കണം. അവർക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ എന്നൊക്കെ പരിഗണനയിൽ എടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പേഴ്സണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എന്നല്ല ആ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ കീവേഡ്സിൽ ഫോക്കസ് ചെയ്താലുള്ള അപകടം. ഓപ്ഷനിൽ ഏതെങ്കിലും വേർഡ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനോട് സിമിലാരിറ്റി ഉള്ള വാക്കുകൾ നമ്മൾ ഓഡിയോയിൽ കേൾക്കും. പക്ഷേ അതിനർത്ഥം ആ ഓപ്ഷനിൽ പറയുന്ന കാര്യവും നമ്മൾ ആ കേൾക്കുന്ന കാര്യം സെയിം ആണ് എന്നല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്ത് അത് കേൾക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഒഴിവാക്കുക. നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഓഡിയോയിൽ വളരെ ഡയറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ ഓഡിയോ കേൾക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, നല്ല ലിസണേഴ്സ് ആവുക, കൂടുതൽ കേൾക്കുക, കേട്ട് മനസ്സിലാക്കുന്ന ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യനും ഓപ്ഷൻസും നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പെയിൻ കില്ലേഴ്സിന് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന GPs എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി സ്ക്രിപ്റ്റ് വായിക്കാം. ആദ്യം പറയുന്നത് എന്താണ്? ഈ അടുത്ത വർഷങ്ങളിൽ ഒപ്പിയോയിഡ് പ്രിസ്ക്രിപ്ഷൻ ഡ്രമാറ്റിക്കലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഡ്രമാറ്റിക് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം ഉയർന്നിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് എന്താ? I see a pattern not just of GPs over prescribing but of GPs inappropriately prescribing. അതായത് GPs ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പാറ്റേൺ മാത്രമല്ല ഞാൻ കാണുന്നത് ഈയിടെയായിട്ട്, അവർ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്, അതായത് ഒരു വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ അപ്രോപ്രിയേറ്റ് അല്ലാതെ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഞാൻ കാണാറുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് നോക്കാം. ഷുവർ പീപ്പിൾ വാണ്ട് ദിയർ പെയിൻ റിലീവ് ഇമ്മീഡിയറ്റ്ലി, ദാറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. തീർച്ചയായിട്ടും ആൾക്കാരെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് പെട്ടെന്ന് അവരുടെ വേദന മാറിയാൽ മതി, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് പ്രോപ്പർ പെയിൻ മാനേജ്മെന്റ് റിക്വയർസ് ലെങ്തി ഫേസ് ടു ഫേസ് ഇൻപുട്ട് വിച്ച് ടൈം പ്രഷേഴ്സ് ഡോണ്ട് അലോ, സോ ഈസിയർ ആൾട്ടർനേറ്റീവ് ഹാവ് ബിക്കം ദ ഡിഫോൾട്ട് ഓപ്ഷൻ. ഓക്കെ, ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പെയിൻ മാനേജ് ചെയ്യാൻ ലെങ്തി ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ട്. ലെങ്തി ആയിട്ടുള്ള സമയം എടുത്ത് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. പലപ്പോഴും ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവർ എളുപ്പമുള്ള ആൾട്ടർനേറ്റീവ്സിലോട്ട് തിരിക്കുന്നു. ഇവിടെ എളുപ്പമുള്ള ആൾട്ടർനേറ്റീവ്സ് ആണ് എന്ത്? ഒപ്പിയോയിഡ് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ളത്. താഴത്തോട്ട് വായിക്കാം. വാട്ട്സ് മോർ, ഓൾദോ ഒപ്പിയോയിഡ് ക്യാൻ പ്രൊവൈഡ് എഫക്റ്റീവ് പെയിൻ റിലീഫ് ഇൻ ദ ഷോർട്ട് ടേം, ദേ ഷുഡിൻ ബി ദ ഓട്ടോമാറ്റിക് ഫസ്റ്റ് ലൈൻ തെറാപ്പി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ശരിയാണ്, ഒപ്പിയോയിഡ് മരുന്നുകൾക്ക് എഫക്റ്റീവായിട്ട് ഒരു ഷോർട്ട് ടേമിലോട്ട് ഒരു പെയിൻ റിലീഫ് തരാൻ സാധിക്കും. പക്ഷേ അതൊരിക്കലും ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ആകരുത് എന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. അവസാനം എന്താണ്? മെനി ആൾട്ടർനേറ്റീവ്സ് ഡു എക്സിസ്റ്റ് ആൻഡ് ദേ ആർ നോ മോർ കോസ്റ്റ്ലി. ഈ ഒപ്പിയോയിഡ് അല്ലാതെ പെയിൻ മാനേജ് ചെയ്യാൻ വളരെയധികം ആൾട്ടർനേറ്റീവ്സ് അല്ലേ, അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അത് കോസ്റ്റ്ലിയും അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് റീസൺ എന്നാണ് പറയുന്നത്? അവർ ഓവർ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയറ്റ്ലി പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റീസൺ പ്രോപ്പറായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പെയിൻ മാനേജ്മെൻറ്റിന് ലെങ്തി ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ ആവശ്യമാണ്. സമയത്തിൻ്റെ പരിമിതി മൂലം എളുപ്പമുള്ള ഓപ്ഷൻ എടുക്കുന്നു. എളുപ്പമുള്ള ഓപ്ഷനാണ് ഇവിടെ എന്ത്? പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഈ ആൻസർ വെച്ച് നമുക്ക് ഒരു ഓപ്ഷനും നോക്കാം. ഫസ്റ്റ് എന്താണ്? ഹാവ് എ ലോങ് സ്റ്റാൻഡിങ് റെക്കോർഡ് ഓഫ് സക്സസ്. ഒപ്പിയോയിഡ്സിന് ലോങ് സ്റ്റാൻഡിങ് റെക്കോർഡ് ഓഫ് സക്സസ് ഉള്ളതുകൊണ്ടാണ് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് എ പറയുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓപ്ഷൻ എ എടുക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല. ഇവിടെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്താണ്? വാട്ട്സ് മോർ, ഓൾദോ ഒപ്പിയോയിഡ്സ് ക്യാൻ പ്രൊവൈഡ് എഫക്റ്റീവ് പെയിൻ റിലീഫ് ഇൻ ദ ഷോർട്ട് ടേം.
ഒപ്പിയോയിഡ്സ് ഷോർട്ട് ടേമിൽ എഫക്റ്റീവ് പെയിൻ റിലീഫ് പ്രൊവൈഡ് ചെയ്യും എന്നിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലരെങ്കിലും അത് ആൻസർ എടുക്കാൻ കാരണം. പക്ഷെ അത് ഡിസ്ട്രാക്ടർ ആണ് ആക്ച്വലി. ഇവിടെ സക്സസ് എന്നുള്ള കാര്യം ആ ഒരു വാക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന എഫക്റ്റീവ് പെയിൻ റിലീഫ് എന്നുള്ള കാര്യത്തിലൂടെ നിങ്ങൾ മനസ്സ് അറിയാതെ ലിങ്ക് ചെയ്ത് ഓപ്ഷൻ എടുത്തായിരിക്കാം, ആൻസർ എടുത്തായിരിക്കാം. പക്ഷേ ഇതാണ് റീസൺ എന്നല്ല പറയുന്നത്. GPs ഓവർ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റീസൺ ഇതാണ് എന്നല്ല പറയുന്നത്. അവർ ഓവർ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ലെങ്തി ഫേസ് ടു ഫേസ് കൺസൾട്ടേഷനുള്ള സമയത്തിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഇനേബിൾ ദം ടു ഡീൽ വിത്ത് പേഷ്യൻസ് മോർ ക്വിക്ലി. അല്ലേ, അവർക്ക് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിനെ കുറച്ചും കൂടി എളുപ്പത്തിൽ വേഗത്തിൽ ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഓവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ്. അല്ലേ, അത് തന്നെയാണ് ആൻസർ. കാരണം എന്താണ്? ഒരു ലെങ്തി കൺസൾട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആൾട്ടർനേറ്റീവിലോട്ട് തിരിയുന്നത്. അങ്ങനെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് സിയും കൂടെ നോക്കാം. റെപ്രസെൻറ്റ് എ റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഒപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നില്ല. ചിലവരെങ്കിലും ചിലപ്പോൾ അതും ആൻസർ എടുക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും അവസാനം ദേ ആർ നോ മോർ കോസ്റ്റ്ലി എന്ന് പറയുന്നുണ്ടല്ലോ, അത് പെയിൻ കില്ലേഴ്സിനെ പറ്റിയല്ല. അതായത് ഒപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സിനെ പറ്റിയല്ല അത് പറയുന്നത്, ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ചാണ്. ഒപ്പിയോയിഡ് അല്ലാത്ത മറ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ, അവയൊക്കെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവ കോസ്റ്റ്ലി അല്ല എന്നാണ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. നമുക്ക് ഇവിടെ എന്താണ് മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിനെ സംബന്ധിച്ച് ഡോക്ടർ മാഡിസൺ റിഗ്രറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്. അല്ലേ, നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? പീപ്പിൾ ജനറലി തിങ്ക് ഓഫ് പെയിൻ ആസ് എ ഡയറക്റ്റ് സിംറ്റം ഓഫ് എ പ്രോബ്ലം ഇൻ ദ അഫക്റ്റഡ് ഏരിയ. ആളുകൾ പലപ്പോഴും എന്താണ് പെയിൻ ഒരു അഫക്റ്റഡ് ഏരിയയിലെ ഡയറക്റ്റ് സിംറ്റം ആണ് എന്നുള്ള രീതിയിലാണ് പരിഗണിക്കാറുള്ളത്. ബട്ട് പെയിൻ ഈസ് ആൻ എക്സ്ട്രീംലി കോംപ്ലക്സ് സബ്ജക്ട് ആൻഡ് ഇറ്റ്സ് വൺ ദാറ്റ് യൂസ് ടു ബി അണ്ടർ റെപ്രസെൻറ്റഡ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ. പക്ഷേ വേദന എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെപ്പറ്റി പലപ്പോഴും ആവശ്യത്തിന് അറ്റൻഷൻ മെഡിക്കൽ എഡ്യൂക്കേഷന് കൊടുക്കാറില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ thankfully that's no longer the case and doctors now realize that when a patient complains of acute back pain, that pain may not be due to a clear and treatable disease, but that such pain often presents in people with other medical problems and this need investigation. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പണ്ടത്തെ കാര്യം പറയുന്നത് എന്താണ്? മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഈ വേദനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ അതല്ല കേസ്. താങ്ക്ഫുള്ളി ഇപ്പോൾ അതല്ല കേസ്. എന്താണ്? ആവശ്യത്തിന് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അല്ലേ, അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അക്യൂട്ട് പെയിനുമായിട്ട് എന്ന കംപ്ലയിൻറ്റുമായിട്ട് വരുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? അത് ഒരു ഡിസീസിൻ്റെ ഡയറക്റ്റ് സിംറ്റം ആണ് എന്നുള്ള രീതിയിലല്ല പരിഗണിക്കുന്നത്. മറിച്ച് എന്താണ്? അത് എന്താണ്? സച്ച് പെയിൻ ഓഫൻ പ്രസൻസ് ഇൻ പീപ്പിൾ വിത്ത് അതർ മെഡിക്കൽ പ്രോബ്ലംസ് ആൻഡ് ദിസ് നീഡ് ഇൻവെസ്റ്റിഗേഷൻ. മറ്റ് മെഡിക്കൽ പ്രോബ്ലമുള്ള പേഷ്യൻസിനും ഇങ്ങനെ പെയിൻ വരാറുണ്ട്, അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഓൾദോ ദർ ആർ ഡിസ്റ്റിങ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ പെയിൻ, ഓൾ ടു ഓഫൻ ഐ സീ സഫറേഴ്സ് ലംപ്ഡ് ടുഗദർ ഇൻ വൺ കാറ്റഗറി, which means that unfortunately not all treatments are going to work equally well. For example, we first need to know, is the pain caused by inflammation as opposed to nerve damage? Establishing this makes initial mistreatment far less likely, meaning that treatment is more effective and the risks of long-term problems are reduced. അപ്പോൾ ഇത്രയും പോർഷൻ പറയുന്നത് എന്താണ്? പല ടൈപ്പ് ഓഫ് ഫിസിക്കൽ പെയിൻ ഉണ്ടെങ്കിലും ആൾക്കാരെല്ലാം ഇതിനെ ഗ്രൂപ്പ് ടുഗദർ ചെയ്ത് വേദന എന്ന ഒറ്റ കംപ്ലൈൻറ്റുമായിട്ടാണ് വരുന്നത്. അല്ലേ, അപ്പം അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ എന്താണ്? എല്ലാ ട്രീറ്റ്മെൻറ്റും എഫക്റ്റീവ്ലി ഈക്വലി വർക്ക് ആവത്തില്ലെന്നാണ് പറയുന്നത്. നമ്മളൊരു വേദന ചികിത്സിക്കുന്നതിന് മുന്നേ ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ വേദന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം എന്നാണ്. ഇൻഫ്ലമേഷൻ മൂലമാണോ വേദന ഉണ്ടാകുന്നത്, അതോ നെർവ് ഡാമേജ് മൂലമാണോ? കാരണം രണ്ടിനും രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഈ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനീഷ്യൽ മിസ്ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? പേഷ്യൻസിന് വേദന ഉണ്ടാകുമ്പോൾ അവർ എന്ത് ടൈപ്പ് വേദനയാണെങ്കിലും അവർ വേദന എന്ന കംപ്ലൈൻറ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇത് വർക്കൗട്ട് ആകത്തില്ല. നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇത് എന്ത് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്, ഇൻഫ്ലമേഷൻ മൂലമാണോ നെർവ് ഡാമേജ് മൂലമാണോ എന്ന്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ എന്താണ്? മിസ്ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, മീനിങ് ദാറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് ദ റിസ്ക് ഓഫ് ലോങ് ടേം പ്രോബ്ലംസ് ആർ റെഡ്യൂസ്ഡ്. അതായത് ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ലോങ് ടേം പ്രോബ്ലംസും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ഓഫ് പെയിനെ സംബന്ധിച്ച് റിഗ്രറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തോട് മനസ്സിലാവും എന്താണ് റിഗ്രറ്റ് ചെയ്യുന്നത്. പേഷ്യൻസിന് വേദന വരാൻ നേരത്ത് അവർ ഏത് ടൈപ്പ് വേദനയാണെങ്കിലും പെയിൻ എന്ന ഒറ്റ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. അപ്പോൾ പലപ്പോഴും എന്താണ്? എല്ലാ ട്രീറ്റ്മെൻറ്റും ഇത് വർക്കാവത്തില്ല. ഏത് രോഗമാണ് അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് ഈ ഒരു വേദന ഉണ്ടാക്കുന്നതെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കാതെ പോകും, മിസ്ട്രീറ്റ്മെൻറ്റിലോട്ട് നയിക്കപ്പെടും. ഇതാണ് പുള്ളി റിഗ്രറ്റ് ചെയ്യുന്നത്. അല്ലേ, ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. ആദ്യം എന്താണ്?
ഈസ് ഓഫൻ മിസ്അണ്ടർസ്റ്റുഡ് ബൈ ദ ജനറൽ പബ്ലിക്. ഇവിടെ ജനറൽ പബ്ലിക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു പോർഷൻ പറയുന്നുണ്ട്. അതെന്താണ് അവിടെ പറയുന്നത്? അവിടെ ആൾക്കാർ ഈ വേദനയെ ലംപ് ടുഗദർ ചെയ്ത് ഒറ്റ കാറ്റഗറി ആയിട്ടാണ് വരുമെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നല്ല പറയുന്നത്. അവർ പലപ്പോഴും വേദനയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എല്ലാ വേദനയും ഒരൊറ്റ ലംപ് ടുഗദർ ചെയ്ത് ലംപ് ടുഗദർ എന്ന് പറയുവാണെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ചെയ്ത് വേദന എന്ന കംപ്ലയിൻറ്റുമായിട്ട് വരുമെന്നാണ് പറയുന്നത്. അല്ലാതെ മാനേജ്മെൻറ്റ് ഓഫ് പെയിനിനെ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു പറയുന്നില്ല. അത് ഈ പറയുന്ന ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഭാഗമാണ്. ബി നോക്കാം. റിസീവ്സ് ഇൻഅഡിക്വേറ്റ് അറ്റൻഷൻ ഇൻ മെഡിക്കൽ ട്രെയിനിങ്. ഇത് കുറച്ച് പേര് ആൻസർ ചെയ്തതാണ്. കാരണം തുടക്കത്തിൽ പറയുന്നുണ്ടോ എന്താണ് യൂസ്ഡ് ടു ബി അണ്ടർ റെപ്രസെൻറ്റഡ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഓഫ് പെയിൻ അല്ലേ, പെയിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക, യൂസ്ഡ് ടു ബി അണ്ടർ റെപ്രസെൻറ്റഡ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. യൂസ്ഡ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിലെ കാര്യമാണ്. പാസ്റ്റിൽ അങ്ങനെയായിരുന്നു എന്നാണ്. അതിനുശേഷം ഇവിടെ പറയുന്നുണ്ട് താങ്ക്ഫുള്ളി ദാറ്റ്സ് നോ ലോങ്ങർ ദ കേസ്. അതായത് ഇപ്പോൾ അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് അക്യൂട്ട് പെയിനെ സംബന്ധിച്ച് റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം അതല്ല, അത് പണ്ട് അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരെങ്കിലും അത് ആൻസർ ആയിട്ട് എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് വീണ്ടും ഈ കീവേഡിൻ്റെ പ്രശ്നം വരുന്നത്. പിന്നെ സി നോക്കാം. ഫെയിൽസ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പോസിബിൾ ട്രിഗേഴ്സ് അല്ലേ, അതാണ് ആൻസർ. കാരണം അവസാനത്തോട്ട് വരുമ്പോൾ പറയുന്നത് എന്താണ്? പെയിൻ പല കാരണങ്ങൾ കാരണം ഉണ്ടാകും. ഇൻഫ്ലമേഷൻ മൂലം ഉണ്ടാകും, അതുപോലെ തന്നെ നെർവ് ഡാമേജ് മൂലം ഉണ്ടാകും. ആൾക്കാർ ഇതിനെല്ലാം ഗ്രൂപ്പ് ടുഗദർ ചെയ്ത് വേദന എന്ന കംപ്ലയിൻറ്റുമായിട്ട് മാത്രമാണ് വരുന്നത്. എല്ലാ ട്രീറ്റ്മെൻറ്റും ഇത് വർക്കൗട്ട് ആകത്തില്ല. കാരണം നമ്മൾ ഈ ഒരു ലിങ്ക് മനസ്സിലാക്കണം, എന്ത് മൂലമാണ് ഈ ഒരു വേദന വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യമാണ്. അങ്ങനെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പാർട്ട് സി ലിസണിൻ്റെ വീഡിയോസ് കുറേ നമ്മുടെ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി OET ലിസണിങ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ലിസണിൻ്റെ മാത്രമല്ല റീഡിങ്ങിൻ്റെയും സ്പീക്കിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും വീഡിയോ അവൈലബിൾ ആണ്. അതാത് പ്ലേലിസ്റ്റിൽ കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.